ഹലോ, വെൽക്കം ടു സെൻസ് ഡയറി. എല്ലാവർക്കും സെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ലേണിംഗ് അബൌട്ട് ഹൗ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാം എന്നതിനെ കുറിച്ചാണ്. അത്ര വലിയ സംസാരമൊന്നുമല്ല, ഒരു തീരെ ചെറിയ സംഭാഷണം ഒന്ന് നോക്കാമെന്ന് കരുതി. അതിനു മുൻപായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നാം കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. വേർഡ്സിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇത്ര വേർഡ്സ് ഒന്ന് കാണാതെ പഠിച്ചു വെക്കണം, അതിന്റെ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൺവെർസേഷനിലേക്ക് കിടക്കാം. Let us look at few words that are commonly used while speaking in English. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ദ വേർഡ്സ് ആർ, ദ ഫസ്റ്റ് വൺ ഈസ് ഐ. ഐ മീൻസ് ഞാൻ. ഐയുടെ അർത്ഥം ഞാൻ എന്നാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കാര്യമായിരിക്കും. ഐ, ഞാൻ, എൻ്റെ. വി, ഞങ്ങൾ. നമ്മൾ പറയാറില്ലേ ഞങ്ങളുടെ കാര്യമാണെന്ന്. സോ വി, ഞങ്ങൾ. യു, നീ, നിന്റെ അല്ല നിങ്ങൾ. ഷീ, അവൾ. ഹി, അവൻ. ഇറ്റ്, അത് അല്ലെങ്കിൽ ഇത്. ദേ, അവർ. ചിലപ്പോൾ നമ്മൾ പറയുന്നത് എൻ്റെ കാര്യമായിരിക്കും, അവിടെ ഇപ്പോൾ ഐ യൂസ് ചെയ്യണം. നിന്റെ കാര്യമോ നിങ്ങളുടെ കാര്യമോ പറയുകയാണെങ്കിൽ യു. അവളുടെ കാര്യമാണെങ്കിൽ ഷീ. അവൻ്റെ കാര്യമാണെങ്കിൽ ഹി. അതിൻ്റെ കാര്യമാണെങ്കിൽ ഇറ്റ്. ഞങ്ങളുടെ കാര്യമാണെങ്കിൽ വി. ദേ, അവരുടെ കാര്യമാണെങ്കിൽ ദേ. ഇത്രയും വേർഡ്സ് നമ്മളൊന്ന് കാണാതെ പഠിച്ചു വെക്കണം. ആവർത്തിച്ച് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, കാണാതെ പഠിക്കാൻ പറ്റും. ഇനി കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. സോ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. അതേതൊക്കെയാണെന്നോട്ടി നോക്കാം. Let us look at few question words that are commonly used while speaking in English. ഇംഗ്ലീഷിൽ സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായി യൂസ് ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. വാട്ട്, എന്ത്. വാട്ട് ആർ യു ഡൂയിങ്, എന്താണ്, നീ എന്താണ് ചെയ്യുന്നത്. ഹു, ആരുടെ. ഹൂസ് ബുക്ക്, ഹു, ആരുടെ. ഹു ആർ യു, നീ ആരാണ്. ഹൂസ്, ആരുടെ. ഹൂസ് ബുക്ക് ഈസ് ദിസ്, ഇതാരുടെ ബുക്കാണ്. വൈ, എന്തുകൊണ്ട്. വൈ ആർ യു ക്രൈങ്. വെയർ, എവിടെ. വെർ ആർ യു ഗോയിങ്, നീ എവിടെ പോകുന്നു. ഹൗ, എങ്ങനെ. വിച്ച്, ഏത്. വാട്ട്, എന്ത്. ഹു, ആര്. ഹൂസ്, ആരുടെ. വൈ, എന്തുകൊണ്ട്. വെയർ, എവിടെ. ഹൗ, എങ്ങനെ. വിച്ച്, ഏത്. ഈ വാക്കുകൾ പഠിച്ചു വെച്ചാലുള്ള വലിയ ഗുണം എന്തെന്നറിയാമോ? ഞാനേ അവിടെ വരെ പോകുക, അപ്പൊ നമുക്ക് ചോദിക്കാം വെയർ, എവിടെ. ഒന്നും ചോദിക്കേണ്ട കൂടെ. നീ അത് കേട്ടോ. വാട്ട്, എന്ത്. നമ്മളുടെ ആയിട്ട് ചോദിക്കുക, നീ അത് കേട്ടായിരുന്നോ. വാട്ട്, എന്ത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റവാക്കി ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ വേർഡെന്ന് പഠിച്ചു വെച്ചാൽ. എന്തായാലും നമുക്കൊരു ചെറിയ സംഭാഷണത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് കിടക്കാം. സോ let us get into a conversation. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണം. രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്നതിനെയാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയ കോൺവെർസേഷനിലേക്ക് ഒന്ന് കിടക്കാം. ഇത് നോക്കിയേ, അവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, സുപ്രഭാതം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം എന്നോടാണോ പറഞ്ഞത് നിങ്ങളോടാണോ പറഞ്ഞത് നോക്കാം. എന്നോടുമല്ല നിങ്ങളോടുമല്ല, അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റിലൊരു പെങ്കൊച്ചുണ്ട്, അതിനോടാണ് പറഞ്ഞത്. പെങ്കൊച്ച് തിരിച്ചു പറയുന്നു ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു. പെങ്കൊച്ചും പറഞ്ഞു സുപ്രഭാതം, എങ്ങനെ ഇരിക്കുന്നു, നീ സുഖമായി ഇരിക്കുന്നോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു. ആൻസറും പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അതിന്റെ റിപ്ലൈ പറയാണ് ഐ ആം ഫൈൻ. ഹൗ ആർ യു എന്ന് ചോദിച്ചതിന്റെ ഉത്തരമാണ് ഐ ആം ഫൈൻ, ഞാൻ സുഖമായിരിക്കുന്നു. ആൻഡ് യു, നിങ്ങളോ. അദ്ദേഹം ആ ചോദ്യം അങ്ങ് തിരിച്ചു ചോദിച്ചു, ആൻഡ് യു. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. നമ്മുടെ അടുത്ത് ആരിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചോ, ഞാൻ കഴിച്ചു. നിങ്ങളോ. ആൻഡ് യു, നിങ്ങളോ. ഞാൻ സുഖമായിരിക്കുന്നു, നിങ്ങളോ.
അപ്പോൾ പെൺകുട്ടി മറുപടി പറഞ്ഞു ഐ എം ഫൈൻ ടു. ഞാൻ സുഖമായി ഇരിക്കുന്നു. അല്ല, ഞാനും സുഖമായിരിക്കുന്നു. താങ്ക് യു, നന്ദി. ഞാനും സുഖമായിരിക്കുന്നു. ഇവിടെ ഐ ആം ഫൈൻ, ഞാൻ സുഖമായിരിക്കുന്നു. ഐ ആം ഫൈൻ ടു എന്നപ്പോൾ ഞാനും സുഖമായിരിക്കുന്നു. ആൻഡ് യു, നിങ്ങളോ? ഞാനും. ആൻഡ് യു, നിങ്ങളോ? ഞാനും. ഐ ആം ഫൈൻ ടു, താങ്ക് യു, ഞാനും സുഖമായിരിക്കുന്നു. സോ അദ്ദേഹം വീണ്ടും ചോദിക്കാണ് വാട്സപ്പ്, എന്തുണ്ട് വിശേഷം? ഫോണിൽ കാണുന്ന വാട്സപ്പ് അല്ല, എന്തുണ്ട് വിശേഷം എന്നാണ് വാട്സപ്പിന്റെ അർത്ഥം. അപ്പോൾ പെൺകുട്ടി മറുപടി പറയുന്നു നത്തിങ് മച്ച്, പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. സോ കോൺവെർസേഷൻ തുടരുകയാണ്. പെൺകുട്ടിയാണ് ഇപ്പോൾ ചോദിക്കുന്നത് വാട്ട് ഡു യു ഡു? നീ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മളുടെ ആൻസർ നമ്മളുടെ പ്രൊഫഷൻ ആയിരിക്കണം. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതാണ് പറയേണ്ടത്. ചിലർ പറയാം ഐ ആം ഡൂയിങ് ഫൈൻ എന്ന്. അങ്ങനെയല്ല, വാട്ട് ഡു യു ഡു? ഇവിടെ നമ്മൾ നമ്മളുടെ പ്രൊഫഷനാണ്, ജോലിയാണ് പറയേണ്ടത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം. ഐ ആം ഇൻ സെയിൽസ് ആൻഡ് യു? ഞാൻ സെയിൽസ് വിഭാഗത്തിലാണ്. നിങ്ങളോ? ഞാനിവിടെ വിൽപ്പന വിഭാഗത്തിലാണ്. നിങ്ങളോ? പെൺകുട്ടി പറയുന്നു ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. ഇവിടെ കണ്ടോ ആൻഡ് യു ചോദിച്ചപ്പോൾ വാട്ട് ഡു യു ഡു, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ ആൻസർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. പുള്ളിക്കാരന് വലിയ സന്തോഷമായി. ഗുഡ്, വേർ ആർ യു പ്രാക്ടീസിങ്? നല്ലത്, നിങ്ങൾ എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നല്ലത്, എവിടെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഗുഡ്, വേർ ആർ യു പ്രാക്ടീസിങ്? ഇവിടെ ഈ കുട്ടിക്ക് പറയാം, അതായത് ഇപ്പം ഒരു ടീച്ചറാണെങ്കിൽ ഐ ആം എ ടീച്ചർ, ഐ ആം എ വർക്കർ, ഐ ആം എ ലേബറർ, ഐ ആം എൻ അഡ്വക്കേറ്റ്, ഐ ആം എ ഡെന്റിസ്റ്റ്. അങ്ങനെ നമ്മുടെ പ്രൊഫഷൻ എന്തായാലും നമുക്കത് ഇവിടെ പറയാം. വാട്ട് ഡു യു ഡു? നല്ലത്, എവിടെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഗുഡ്, വേർ ആർ യു പ്രാക്ടീസിങ്? ഗുഡ്, വേർ ആർ യു ടീച്ചിങ്? ഗുഡ്, വേർ ആർ യു വർക്കിംഗ്? നമ്മളുടെ ഇഷ്ടം പോലെ ഇവിടെ നമ്മളത് ചേർക്കാം. നെക്സ്റ്റ്, ആ പെൺകുട്ടി മറുപടി പറയുന്നു ഐ ആം പ്രാക്ടീസിങ് അറ്റ് മെഡിസിറ്റി ഹോസ്പിറ്റൽ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ്. ഐ ആം ടീച്ചിങ് അറ്റ് സെന്റ് ജോസഫ്. ഞാൻ ടീച്ച് ചെയ്യുന്നത് സെന്റ് ജോസഫിലാണ്. അതുപോലെ ഐ ആം പ്രാക്ടീസിങ് അറ്റ് മെഡിസിറ്റി ഹോസ്പിറ്റൽ. ഞാൻ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ മെഡിസിറ്റി പ്രാക്ടീസ് ചെയ്യുന്നു. പുള്ളിക്കാരൻ്റെ ധൃതിയിലാണ്. അദ്ദേഹം പറയുന്നു ഗുഡ്, ഗ്ലാഡ് ടു സീ യു അഗെയിൻ. നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം. നല്ലത്, നിങ്ങളെ വീണ്ടും കണ്ടതിൽ സന്തോഷം. നേരത്തെ കണ്ടിട്ടുണ്ട്. ഗ്ലാഡ് ടു സീ യു അഗെയിൻ, നിങ്ങളെ വീണ്ടും കണ്ടതിൽ സന്തോഷം. പെൺകുട്ടി പറയുന്നു ഓക്കെ, ടേക്ക് കെയർ, സീ യു. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, സുരക്ഷിതനായിരിക്കൂ. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, സുരക്ഷിതനായിരിക്കൂ. സീ യു, വീണ്ടും കാണാം. നമുക്ക് വീണ്ടും കാണാം. സീ യു. അപ്പോൾ അദ്ദേഹം പറയുന്നു സീ യു അഗെയിൻ, നമുക്ക് വീണ്ടും കാണാം. ബൈ, പോട്ടെ. വീണ്ടും കാണാം, പോട്ടെ. ഇതൊരു ചെറിയ കോൺവെർസേഷനാണ്, തീരെ സിമ്പിളാണ്. ഒരു 2-3 വട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്കങ്ങ് കാണാതെ പഠിക്കാം, ഹൃദയസ്ഥമാക്കാം. നമുക്കിത് പറഞ്ഞു നോക്കാം. പിന്നൊന്നുണ്ട്, നമുക്ക് പറഞ്ഞു നോക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം മുന്നിൽ ഒരാൾ വേണമെന്നില്ല. നമ്മുടെ വീട്ടിലെ മിററിൻ്റെ കണ്ണടയുടെ മുന്നിൽ പോയി നിന്നിട്ട് നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം. ഇതൊന്ന് കാണുക, 2-3 വട്ടം കാണുക, എന്നിട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് സംസാരിക്കാനൊക്കെയുള്ളൊരു ഒരു കഴിവ് വരും. അപ്പോൾ നമുക്കൊരു വലിയ സന്തോഷമൊക്കെ തോന്നും. സോ നിങ്ങളിത് നന്നായി സംസാരിക്കാൻ ശ്രമിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് സയൻസ് ഡയറി, കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ മറക്കരുത്. താങ്ക് യു. വീണ്ടും നമുക്ക് കുറച്ചുകൂടി കൂടുതലുള്ള സംഭാഷണവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.